ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാം സുഖമല്ലേ? തനിമ മലയാളം സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു കഴുതയുടെയും സൂത്രശാലിയായ കുറുക്കൻ്റെയും കഥയാണ്. കഥയുടെ പേര് മണ്ടനായ കഴുത. നമുക്ക് കഥ കേൾക്കാം. മഞ്ചാടിക്കാട് എന്ന് കേട്ടാൽ പേടിച്ച് വിറയ്ക്കും. അത്ര ഭീകരത നിറഞ്ഞതായിരുന്നു ആ കാട്. അവിടെ ഒരു ഭയങ്കരനായ സിംഹമുണ്ടായിരുന്നു. ആ സിംഹത്തിൻ്റെ വലങ്കൈയായി ഒരു സൂത്രശാലിയും അതിബുദ്ധിമാനുമായ ഒരു കുറുക്കനും ഉണ്ടായിരുന്നു. സിംഹത്തിന് ഇര എത്തിച്ചു നൽകുന്നത് ഈ കുറുക്കനാണ്. ഇരയെ വേട്ടയാടുന്നത് സിംഹവും. അങ്ങനെയിരിക്കെ ഒരു ദിവസം കുറുക്കൻ പതിയെ നാട്ടിലിറങ്ങി. അപ്പോൾ അവനൊരു കഴുതയെ കണ്ടു. അവൻ കഴുതയോട് എന്താണ് വിഷമിച്ചു നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ കഴുത തൻ്റെ വിഷമങ്ങൾ കുറുക്കനോട് പറഞ്ഞു. ഭാരം ചുമന്ന് എനിക്ക് മതിയായി. വിശപ്പ് മാറാനുള്ള ഭക്ഷണം പോലും ഇവിടെ ലഭിക്കുന്നില്ല. ഇതു കേട്ട കുറുക്കൻ പറഞ്ഞു, നീ കാട്ടിലേക്ക് പോരൂ. ഇവിടെ നല്ല ഇളം പുല്ലും അരുവിയിലെ തെളിനീരും ഉണ്ട്. ഭാരം ചുമക്കുകയും വേണ്ട. ഇത് കേട്ട കഴുത കുറുക്കൻ്റെ ഒപ്പം കാട്ടിലേക്ക് പോകാൻ തയ്യാറായി. അവർ കാട്ടിലെത്തിയപ്പോൾ സിംഹം കഴുതയുടെ പുറത്തേക്ക് ചാടി. പക്ഷേ കഴുത ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. സിംഹത്തിന് ദേഷ്യം വന്നു. സിംഹം കുറുക്കന് നേരെ ഗർജിച്ചു. കുറുക്കൻ സിംഹത്തിനോട് പറഞ്ഞു, ഞാൻ നാളെ ആ കഴുതയെ വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ അങ്ങ് അവനെ പിടിച്ചോളൂ എന്ന്. സിംഹം ഒന്നടങ്ങി. അടുത്ത ദിവസം കുറുക്കൻ വീണ്ടും കഴുതയുടെ അടുത്തു ചെന്ന് ഇങ്ങനെ പറഞ്ഞു, നിനക്ക് ഞാനൊരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. അവിടെ സിംഹമൊന്നും വരില്ല. നിന്റെ വിഷമം കണ്ടിട്ട് ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. നീ എൻ്റെ കൂടെ വരണം എന്ന്. ഇത് കേട്ട കഴുത അത് അപ്പാടെ വിശ്വസിച്ചു. വീണ്ടും കാട്ടിലേക്ക് പോയി. ഇത്തവണ സിംഹം കഴുതയെ ആക്രമിച്ചു. സിംഹവും കുറുക്കനും കഴുതയെ അവരുടെ ഭക്ഷണമാക്കി. സിംഹം സന്തോഷത്തോടെ കുറുക്കനോട് ചോദിച്ചു, നീ എങ്ങനെയാണ് ഇവനെ രണ്ടാമത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? കുറുക്കൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇവൻ ഒരു മരമണ്ടനാണെന്ന് എനിക്ക് മനസ്സിലായി. ഇല്ലെങ്കിൽ അവൻ ഞാൻ ആദ്യം വിളിച്ചപ്പോൾ തന്നെ എൻ്റെ കൂടെ കാട്ടിലേക്ക് പോരുമായിരുന്നു എന്ന്. ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് കൂട്ടുകാരെ? നമ്മൾ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. മറ്റൊരു കഥയുമായി മറ്റൊരു ദിവസം കാണാം.